നമ്മുടെ ഏത്തപ്പഴം ലഡു എല്ലാവരും കണ്ടില്ലേ? ആ ഏത്തപ്പഴം ലഡു നമുക്ക് വീട്ടിൽ കുറച്ച് ബ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴോ ഇല്ലെങ്കിൽ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് നമ്മുടെ ഏത്തപ്പഴം ലഡു ബോൾസ്. അതാണ് ഞാനിപ്പോൾ പേരിട്ടിരിക്കുന്നത് കേട്ടോ. എന്താ വെച്ചാൽ എന്ത് പേരിടണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അപ്പോൾ പിന്നെ പേര് തീരുമാനിച്ചു. ഇതാണ് നമ്മുടെ സ്നാക്കിൻ്റെ പേര്. അപ്പോൾ ഏത്തപ്പഴം ലഡു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടോളൂ. ഇന്നലത്തെ വീഡിയോ ഏത്തപ്പഴം ലഡു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. അപ്പോൾ ഏത്തപ്പഴം ലഡു ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത്. ആ ഒരു ലഡു ആണ് നമ്മൾ ഈ ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു ദിവസം തന്നെ പ്രിപ്പയർ ചെയ്യാവുന്ന റെസിപ്പിയാണ്. പിന്നെ എന്താ വെച്ചാൽ ഈ ഒരു ബോൾ റെഡി ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസത്തിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഒറ്റ ദിവസമേ കഴിക്കാൻ പറ്റുള്ളൂ. ഏത്തപ്പഴം ലഡു ആണെങ്കിൽ നമുക്ക് ഒരാഴ്ച വരെ സൂക്ഷിച്ചു വെച്ചിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അത് നിങ്ങളുടെ സൗകര്യം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടാക്കുക. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏത്തപ്പഴം ലഡു കുറച്ച് റെഡിയാക്കി വയ്ക്കുക. അതിൽ നിന്ന് നമുക്ക് ഒരു ദിവസം വൈകുന്നേരം ചായക്ക് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റി മാത്രം എടുത്തിട്ട് നമ്മൾ ഈ ബോൾസ് റെഡിയാക്കി കഴിക്കുക. ലഡു നമുക്ക് അടുത്ത ദിവസം ആണെങ്കിലും കഴിക്കാമല്ലോ. ആ ഒരു എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഏത്തപ്പഴം ലഡു ബോൾസ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഏത്തപ്പഴം ലഡുവിനെ വേറൊരു സ്നാക്കാക്കി എടുക്കാം. അപ്പോൾ ഏത്തപ്പഴം ലഡു ഉരുട്ടിയതെല്ലാം ഞാനിതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ബ്രെഡ് സ്ലൈസ് ആണ്. അപ്പോൾ ഈ ബ്രെഡിൻ്റെ 4 സൈഡും നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷമാണ് നമ്മളിനി ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ലഡു ആയിട്ട് മാത്രം സെർവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സെർവ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിലാണ് ഞാനിനിയിപ്പോൾ കാണിക്കാൻ പോകുന്ന സ്റ്റേജ് നിങ്ങൾ ചെയ്യുക. താല്പര്യം ഉണ്ടെങ്കിൽ ഇത് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നത് ഈ ഒരു പ്രോസസ്സും കൂടി ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബ്രെഡിൻ്റെ സൈഡ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് അധികം വലിപ്പമുള്ള ബ്രെഡ് യൂസ് ചെയ്യാതിരിക്കുകയായിരിക്കും കേട്ടോ നല്ലത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിപ്പമുള്ള ബ്രെഡാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബോൾസിൻ്റെ വലിപ്പം കൂടിപ്പോവും. അപ്പോൾ ചെറിയ ബ്രെഡ് സ്ലൈസ് ആയിരിക്കും നല്ലത്. പിന്നെ നമുക്ക് വലുതേ കിട്ടിയുള്ളൂ എന്നുണ്ടെങ്കിൽ വലുത് തന്നെ യൂസ് ചെയ്യാം. ഇതുപോലെ നമ്മൾ എല്ലാ സൈഡ്സും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ ബ്രെഡ് മുഴുവൻ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കിട്ട് അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ എന്താ ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് 4 സൈഡ്സും. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് വെള്ളം ഒരു ബൗളിലെടുത്ത് വയ്ക്കുക. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്യാനാണ് വെള്ളം എടുത്ത് വയ്ക്കുന്നത്. അതുപോലെ തന്നെ വേറെ പ്ലേറ്റും കൂടി എടുത്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ എന്താ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വലിയൊരു പ്ലേറ്റ് എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രെഡ് സ്ലൈസില്ലേ ഒരു സ്ലൈസ് എടുക്കുക. വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക. ഉടനെ തന്നെ ഇതുപോലെ കയ്യിലേക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ വെള്ളം കൂടുതലായിട്ട് ബ്രെഡിലുള്ളത് പോകാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ? അപ്പോൾ അതുപോലെ വരും നമ്മുടെ ബ്രെഡ്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ബോളുണ്ടല്ലോ നമ്മുടെ ഏത്തപ്പഴം ലഡു, അതൊന്ന് വെച്ചിട്ട് എല്ലാ സൈഡിൽ നിന്നും ഒരുപോലെ അങ്ങ് കവർ ചെയ്തെടുക്കുക. ബ്രെഡ് സോക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ കവർ ചെയ്തെടുക്കാൻ പറ്റില്ല. പിന്നെ പാലിൽ സോക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ പാലിൽ സോക്ക് ചെയ്യാം ബ്രെഡ്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് പാലിനേക്കാൾ ഇതുപോലെ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സാണ്. പാലിൽ സോക്ക് ചെയ്തിട്ട് ഫ്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ലഡുവിൻ്റെ എല്ലാ സൈഡും ഒന്ന് കവറായി കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ബ്രെഡ് അങ്ങ് ഡിപ്പ് ചെയ്തിടരുത്. ഡിപ്പ് ചെയ്തിട്ട് ഉടനെ തന്നെ എടുക്കണം, ഇല്ലെങ്കിൽ ബ്രെഡ് വെള്ളത്തിൽ അലിഞ്ഞു പോവും. പാലിലാണെങ്കിലും വെള്ളത്തിലാണെങ്കിലും ബ്രെഡ് അലിഞ്ഞു പോവും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് കുറച്ച് കെയർഫുൾ ആവേണ്ട ഒരു സമയം അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കണ്ടോ നമ്മുടെ ഒരു ബോൾ റെഡിയായി. ഇത് ഞാൻ പ്ലേറ്റിലേക്ക് വയ്ക്കുകയാണ്. വീണ്ടും സെയിം ഇതുപോലെ തന്നെ ബ്രെഡ് എടുക്കുക, ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക, ഉടനെ തന്നെ പിഴിയുക. നമ്മുടെ കൈയുടെ ഉൾഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്നൊരു കാര്യമാണ്. ഈ ബ്രെഡൊന്ന് ഇതുപോലെ ഡിപ്പ് ചെയ്ത് പിഴിഞ്ഞെടുക്കുക എന്നുള്ളത്. പിന്നെ കുട്ടികളാണെങ്കിലും
ഇഷ്ടത്തോടെയൊക്കെ ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് ചെറിയ ചെറിയ ജോലികളൊക്കെ കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഏത്തപ്പഴം കഴിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികളാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, പല രീതിയിൽ നമുക്ക് ഏത്തപ്പഴം കഴിപ്പിക്കാം. മധുരമൊക്കെ ഇഷ്ടമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ പഴമാണെന്നൊന്നും അറിയില്ല. നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്നാക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾ കഴിച്ചു കഴിഞ്ഞിട്ടേ അറിയുള്ളൂ ഓ ഇത് പഴമായിരുന്നു എന്നുള്ളതൊക്കെ. ഒരു ഗസ്റ്റ് വരുമ്പോഴാണെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ 2 ദിവസമായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ ഈ ഒരു റെസിപ്പി. നമ്മൾ ആദ്യത്തെ ദിവസം ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുക. രണ്ടാമത്തെ ദിവസം മുതൽ നമുക്ക് ഇതുപോലെ ലഡു മാത്രമായിട്ടും സെർവ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ചോയ്സാണ്. ഒരു മിക്സ് കൊണ്ട് നമുക്ക് 2 സ്നാക്ക് റെഡിയാക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം. അപ്പോൾ ഞാൻ എല്ലാ ബോൾസും ഇതുപോലെ റെഡിയാക്കി എടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാനിത് സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബെറ്റർ സൺഫ്ലവർ ഓയിലിൽ ഫ്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി തുടങ്ങി. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. വലിയ ബർണറിലാണെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണയുടെ ചൂട് കൂടുതലാവുമ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ പുറം വേഗം തന്നെ കരിഞ്ഞു പോകും. കറക്റ്റായിട്ട് ആ നനവുള്ള ബ്രെഡ് കുക്കായി കിട്ടില്ല. അപ്പോൾ നമ്മൾ എണ്ണ ഓവറായിട്ടങ്ങ് ചൂടായി പോകുന്നതിന് മുന്നേ തന്നെ ബ്രെഡ് ഇട്ട് കൊടുക്കുക. ഓവറായിട്ട് ചൂടായി പോയിട്ടുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ പുറം കരിഞ്ഞു പോകും. ബോൾസ് ഒന്ന് ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണയുടെ ചൂട് ഒരുപാടങ്ങ് കൂടാൻ പാടില്ല. അപ്പോൾ അതനുസരിച്ച് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അധികം ബോൾസ് ഒരുമിച്ച് തന്നെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഞാൻ ചെറിയ ചട്ടിയാണല്ലോ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബോൾസ് ഇട്ടിട്ട് ഉടനെ തന്നെ തിരിച്ചിടരുത്. ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വലിയ ബർണറിലാണ് വയ്ക്കുന്നതെങ്കിൽ ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ചെറിയ ബർണറിലാണ് വയ്ക്കുന്നതെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ എണ്ണയുടെ ചൂട് ഓവറാവാതിരിക്കുക. ഇടയ്ക്ക് ഇതൊന്ന് തിരിച്ചിട്ട് തുടങ്ങാം നമുക്ക്. ആദ്യം ഇട്ട ബോൾ ഞാനിപ്പോൾ ഒന്ന് തിരിക്കുന്നുണ്ട്, കണ്ടോ. അപ്പോൾ ഇതിൽ ഇതുപോലെ ഫോർക്ക് തന്നെ ആയിരിക്കും കേട്ടോ ഈ ഒരു ഫ്രൈക്കും എളുപ്പമുള്ളത് തിരിക്കാനായിട്ട്. എൻ്റെ കൈക്ക് ഇണങ്ങിയത് ഫോർക്കാണ് എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഫോർക്കിൻ്റെ കാര്യം പറയുന്നത്. ഇതുപോലൊരു ഗോൾഡൻ ഷെയ്ഡായി വരുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. കറക്റ്റായിട്ട് കുക്കായി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി വലിയ ബുദ്ധിമുട്ടുള്ള ജോലികളൊന്നുമല്ല. ഈ ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് സമയം കിട്ടുമ്പോൾ, ഇപ്പോൾ രാവിലെയാണ് സമയം കിട്ടുന്നതെങ്കിൽ രാവിലെ ഏത്തപ്പഴം ലഡു ഉണ്ടാക്കി വയ്ക്കുക. വൈകിട്ടാകുമ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് ഇതുപോലെ ബ്രെഡിലേക്ക് ഫില്ല് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്ത് മാറ്റില്ലേ, അത് കളയേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാം. ഉടനെ തന്നെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ എടുത്ത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചിട്ട് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വയ്ക്കുക. ആവശ്യമുള്ളപ്പോൾ പൊടിച്ചെടുക്കുക. ഞാൻ ഫ്രിഡ്ജിൻ്റെ ഡോറിലാണ് വയ്ക്കാറുള്ളത്. പിന്നെ അധിക ദിവസം ഒരാഴ്ചയൊക്കെ ആയിട്ടേ നമ്മൾ എടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു പാനിലൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വയ്ക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞാലും യൂസ് ചെയ്യാം. അതിപ്പോൾ ഇതുപോലെ നമ്മൾ ബ്രെഡിൻ്റെ സൈഡ്സ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഏത് റെസിപ്പി ചെയ്യുമ്പോഴും ആ ബ്രെഡിൻ്റെ സൈഡ് എടുത്ത് വെച്ചിട്ട് നമുക്കിതുപോലെ ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ഗുലാബ് ജാമുനൊക്കെ ഫ്രൈ ചെയ്യില്ലേ, അതുപോലെ ഇങ്ങനെ അങ്ങ് ഫ്രൈ ചെയ്യുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഫില്ലിംഗ് എന്നുള്ളത് ആർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാവില്ലല്ലോ. ഒന്നുകൂടെ ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരുപാട് അങ്ങ് ഡാർക്ക് കളറാക്കി എടുക്കുന്നില്ല ഞാൻ. ഒന്ന് ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആകുമ്പോൾ മാറ്റുന്നേ ഉള്ളൂ. ഡാർക്ക് കളർ ആക്കണമെങ്കിൽ ആക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയാറില്ലേ, ഇപ്പോൾ നമ്മൾ ഏത് ഫ്രൈഡ് ഐറ്റംസ് ചെയ്യുകയാണെങ്കിലും അതിൽ നമ്മളിപ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റുമ്പോൾ ഉള്ള കളറായിരിക്കില്ല. അതിൻ്റെ ചൂട് മാറി വരുമ്പോൾ കളർ ചേഞ്ച് ആവും. ഒന്നുകൂടി ഒന്ന് ഡാർക്ക് കളറാവും. അതനുസരിച്ചാണ് നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റുന്നത്. ഇപ്പോൾ കണ്ടോ, ഈ ബോൾ കറക്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയും കളറ് മതി. അത് ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റട്ടെ. കണ്ടോ,
ഗുലാബ് ജാമുനാണോ എന്താണെന്ന് അങ്ങ് പെട്ടെന്ന് മനസ്സിലാവില്ല. ഗുലാബ് ജാമുൻ്റെ ലൈറ്റ് ഷെയ്ഡാണെന്നേ വിചാരിക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ബോൾസും ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഇനി എണ്ണയിലേക്ക് ഇടുമ്പോൾ ഉണ്ടല്ലോ, ഫ്ലെയിം ചെറിയ ബർണറിലാണ് നിങ്ങൾ വെച്ചിരിക്കുന്നതെങ്കിൽ ഒന്ന് ഫ്ലെയിം കൂട്ടി വയ്ക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അടുത്ത ബാച്ച് ബോൾസ് ഇട്ട് കൊടുക്കുക. എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം കുറയ്ക്കാം. ഇപ്പോൾ കണ്ടോ നമ്മുടെ ബോൾസ് എല്ലാം റെഡിയായി. എണ്ണ അധികം വലിക്കില്ല കേട്ടോ. നമ്മളൊരു കിച്ചൺ പേപ്പറിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള എണ്ണ മാറിക്കോളും. എണ്ണ അധികം വലിക്കൊന്നുമില്ല. കണ്ടോ, നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഇനി മുഴുവൻ ഫ്രൈ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ ഏത്തപ്പഴം ലഡു ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് മുഴുവൻ വെച്ചില്ല കേട്ടോ, ഈ പ്ലേറ്റിൽ കൊള്ളുന്നതേ വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ എണ്ണയിൽ നിന്ന് എടുത്തതിനേക്കാൾ ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട്. ഇതിലേതാണോ കണ്ടിട്ട് ഇഷ്ടമായത്, എളുപ്പത്തിൽ ചെയ്യാൻ ഇഷ്ടമായത്, അപ്പോൾ അത് ആ രീതിയിൽ ചെയ്തിട്ട് വീട്ടിലെല്ലാവർക്കും കൊടുക്കുക, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കുക്കിംഗ് ഇഷ്ടമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന റെസിപ്പികൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിപ്പോൾ ഈ ഒരു ബോളിൻ്റെ ഇൻസൈഡ് കാണിച്ചു തരാം. നല്ല ചൂടാണ്, എൻ്റെ കൈ നന്നായിട്ട് പൊള്ളുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റിയല്ലേ ഉള്ളൂ. ഇതുണ്ടോ, ഇതുപോലെയാണ് ഇൻസൈഡ് ഇരിക്കുന്നത്. ആ ബ്രെഡിൻ്റെ ചെറിയ കോട്ടിങ്, പുറമെ ക്രിസ്പിയാണ്, ഇൻസൈഡ് സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ കമൻസൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് എഴുതുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.